നമസ്കാരം. നമ്മൾ ഗാന്ധിയൻ എക്കണോമിക്സിൻ്റെ അടുത്ത ഭാഗത്തേക്ക് കടക്കുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഗാന്ധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാമ്പത്തിക ആശയമാണ് സ്വദേശി. നിങ്ങൾക്ക് പരിചിതമാണ് സ്വദേശി എന്ന് പറയുന്ന ആശയം. നിങ്ങളുടെ അധ്യാപകർ നിങ്ങൾക്ക് ഒരുപക്ഷെ അത് പറഞ്ഞു തന്നിട്ടുണ്ടാകും. നമ്മുടെ സ്വദേശി എന്ന് പറയുന്നതിൻ്റെ സാമ്പത്തിക തലം മാത്രമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അതൊരു ജീവിത രീതിയാണ് ഗാന്ധിജി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. പക്ഷേ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രധാനമായും ഗാന്ധിജിയുടെ സ്വദേശി എന്ന ആശയത്തിൻ്റെ സാമ്പത്തിക തലം മാത്രമാണ്. നമുക്ക് നമ്മുടെ പാഠഭാഗത്തേക്ക് കിടക്കാം. അപ്പം എല്ലാവർക്കും ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം. സ്വദേശി എന്ന ആശയം നമുക്ക് പരിചയപ്പെടാം. സ്വധർമ്മ എന്ന ഗീതയിലെ ആശയത്തെയാണ് ഗാന്ധിജി സ്വദേശിയിലൂടെ അവതരിപ്പിക്കുന്നത്. സ്വദേശി എന്ന വാക്കിൻ്റെ അർത്ഥം വൺസ് ഓൺ കൺട്രി എന്നാണ്. പക്ഷേ ഇവിടെ നമ്മൾ സ്വദേശിയുടെ സാമ്പത്തിക തലമാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. സ്വദേശി ഈസ് ദ എക്കണോമിക്സ് ഓഫ് നെയ്ബർഹുഡ്, സെൽഫ് റിലയൻസ് ആൻഡ് മാസ് എംപ്ലോയ്മെൻറ്റ്. എക്കണോമിക്സിൽ സ്വദേശി പരിശോധിക്കുമ്പോൾ അത് എക്കോണമി ഓഫ് ദ നെയ്ബർഹുഡ്, അയൽപക്കത്തിൻ്റെ സാമ്പത്തിക ശാസ്ത്രമാണ്. അതോടൊപ്പം തന്നെ എന്താണ് സെൽഫ് റിലയൻസ് ആൻഡ് മാസ് എംപ്ലോയ്മെൻറ്റ്, സ്വാശ്രയത്വത്തിൻ്റെ, മാസ് എംപ്ലോയ്മെൻറ്റ്, എല്ലാവർക്കും തൊഴിൽ നൽകാൻ കഴിയുന്ന, എല്ലാവരുടെയും ജീവിതായോധനത്തിന് സാധ്യമാകുന്ന ഒരു സങ്കല്പമായിട്ടാണ്, സങ്കല്പമല്ല ഒരു ആശയമായിട്ടാണ് ഗാന്ധിജി സ്വദേശിയെ അവതരിപ്പിക്കുന്നത്. സ്വദേശി as the spirit in us which restricts us to the use and service of our immediate surroundings to the exclusion of the more remote. ഗാന്ധിജി സ്വദേശിക്ക് കൊടുത്ത ഡെഫിനിഷൻ അതാണ്. എന്താണ് സ്വദേശി? ആസ് ദാറ്റ് സ്പിരിറ്റ് ഇൻ us which restricts us to the use and service of our immediate surroundings to the exclusion of the more remote. നമ്മുടെ എന്തിനെ അത് റെസ്ട്രിക്റ്റ് ചെയ്യുന്നു? restricts to the use of service of our immediate surroundings to the exclusion of the more remote. ദൂരെയുള്ളതിനെ, വിദൂരത്തിലുള്ളതിനെ ആശ്രയിക്കാതെ നമ്മുടെ ചുറ്റുപാടുമുള്ള സേവനങ്ങളെ, സാധനങ്ങളെ ഉപയോഗിക്കുന്നതിന് വേണ്ടി നമ്മൾക്കുണ്ടാകുന്ന ആ ഫീലിംഗ്, ആ തോന്നലാണ് യഥാർത്ഥത്തിൽ എന്ന് പറയുന്നത് സ്വദേശി എന്ന് പറയുന്നത്. സ്വദേശിയുടെ ഡെഫിനിഷൻ ഗാന്ധിജി പറഞ്ഞത് നമ്മൾ കണ്ടു. എന്താണത്? വിദൂരതയുള്ളതിനെ ആശ്രയിക്കാതെ നമ്മുടെ സറൗണ്ടിങ്സ്, നമ്മുടെ ചുറ്റുപാടുമുള്ളതിനെ ആശ്രയിക്കുന്ന, അതായത് എക്കോണമി ഓഫ് ദ നെയ്ബർ എന്ന് നമ്മൾ കണ്ടു. അങ്ങനെയാണെങ്കിൽ നമ്മളൊന്ന് പരിശോധിച്ചേ, നമ്മുടെ വീട്ടിൽ ഒരു ദിവസം വാങ്ങുന്ന സാധനങ്ങളുടെ ഒരു ലിസ്റ്റ് നമ്മളൊന്ന് എടുത്തേ. എത്രമാത്രം സാധനങ്ങൾ നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, നമ്മുടെ സറൗണ്ടിങ്സിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് എന്ന് നമ്മളൊന്ന് പരിശോധിച്ചേ. അപ്പോൾ നമുക്കറിയാം ഇത് ഈ എക്കോണമി ഓഫ് ദ നെയ്ബർ ആണോ എന്ന്. നമ്മുടെ തൊട്ട് അയൽപക്കത്തുള്ളവർ ഉൽപ്പാദിപ്പിക്കുമ്പോൾ അത് നമ്മൾ വാങ്ങാതെ, നമ്മൾ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾ വാങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ആരെയാണ് സഹായിക്കുന്നത്? നമ്മുടെ അയൽക്കാരനെ അല്ല, നമ്മൾ സഹായിക്കുന്നത് അമേരിക്കയിലുള്ള ജനങ്ങളെ, അല്ലെങ്കിൽ അത് ഏത് രാജ്യത്താണോ ഇറക്കുമതി ചെയ്ത് ആ രാജ്യത്തെ ജനങ്ങളെയാണ് സഹായിക്കുന്നത്. അതിനുള്ള ബദൽ ഒരു രാജ്യത്തെ, ഒരു ജനതയെ സ്വാശ്രയത്വത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ സാമ്പത്തികമായി ഉയർന്ന രാജ്യങ്ങളുടെ ചൂഷണത്തിൽ നിന്ന് രാജ്യങ്ങളെ, ജനതയെ വിമോചിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഗാന്ധിജിയുടെ ഏറ്റവും ഡൈനമിക്കായ ഒരു ആശയമായിരുന്നു സ്വദേശി എന്ന് പറയുന്നത്. ഇപ്പം നമുക്കറിയാം, നമ്മുടെ ചുറ്റും കുടുംബശ്രീ സഹോദരിമാർ ധാരാളം, അല്ലെങ്കിൽ സ്ത്രീകൾ, അല്ലെങ്കിൽ മറ്റ് ചെറുകിട സംരംഭക്കാർ ധാരാളം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പുതുനാഥന് സോപ്പ്, അല്ലെങ്കിൽ അച്ചാർ, ഇങ്ങനെ ധാരാളം ഭക്ഷ്യവസ്തുക്കളായാലും മറ്റ് പല സാധനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇത് നമ്മൾ വാങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ സഹായിക്കുന്ന ആരെ തന്നെയാണ്? നമ്മുടെ രാജ്യത്തെ, നമ്മുടെ അയൽക്കാരെ തന്നെയാണ് സഹായിക്കുന്നത്. എന്നാൽ അതിന് പകരം വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്ത ഒരു ബ്രാൻഡഡ് കമ്പനിയുടെ അച്ചാറോ അല്ലെങ്കിൽ ബ്രാൻഡഡ് കമ്പനിയുടെ സാധനമോ നമ്മൾ വാങ്ങി ഉപയോഗിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ സഹായിക്കുന്ന ആ രാജ്യത്തെയാണ്. അപ്പോൾ ഇത് സ്വദേശി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടാകേണ്ട, അല്ലെങ്കിൽ നമ്മുടെ ജീവിത രീതിയിൽ ഉണ്ടാകേണ്ട ഒരു മാറ്റമാണ്. അപ്പോൾ സ്വാശ്രയത്വത്തിൻ്റെ ഒരു സാമ്പത്തിക ശാസ്ത്രത്തെയാണ്, സെൽഫ് സഫിഷ്യൻസിയുടെ ഒരു സാമ്പത്തിക ശാസ്ത്രത്തെയാണ് സ്വദേശി മുന്നോട്ട് വെക്കുന്നത്. ദ സൊസൈറ്റി മസ്റ്റ് ബി കേപ്പബിൾ ടു സാറ്റിസ്ഫൈങ് ദ ബേസിക് മിനിമം നീഡ്സ് ഓഫ് ഇറ്റ്സ് പീപ്പിൾ വിത്തൗട്ട് ഡിപ്പെൻഡിങ് ഓൺ എക്സ്റ്റേണൽ സോഴ്സസ്. സ്വദേശിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾ അതാണ്. എന്താണ്? ദ സൊസൈറ്റി മസ്റ്റ് ബി capable of satisfying the basic minimum needs of its people without depending on external sources. മറ്റ് ബാഹ്യമായ
വിഭവങ്ങളെ അല്ലെങ്കിൽ ബാഹ്യമായ സ്രോതസ്സുകളെ ആശ്രയിക്കാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ ബേസിക് മിനിമം നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയണം. അതിനുള്ള റിസോഴ്സസ് ഉണ്ട്. നിങ്ങൾ ഈ സ്വദേശി എന്ന് പറയുന്ന സാമ്പത്തിക ശാസ്ത്രത്തെ സ്വീകരിക്കുമ്പോൾ, സ്വദേശിയുടെ സാമ്പത്തിക ശാസ്ത്രത്തെ സ്വീകരിക്കുമ്പോൾ, അയൽപക്കത്തിൻ്റെ സാമ്പത്തിക ശാസ്ത്രത്തെ സ്വീകരിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ രാജ്യത്തിൻ്റെ ബേസിക് മിനിമം, അവിടുത്തെ ജനങ്ങളുടെ ബേസിക് മിനിമം നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയും. സ്വദേശിയുടെ മെയിൻ എലമെൻറ്റ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്ന്, ദ സൊസൈറ്റി മസ്റ്റ് ബി കേപ്പബിൾ ഓഫ് സാറ്റിസ്ഫൈങ് ദ ബേസിക് മിനിമം നീഡ്സ് ഓഫ് ദ പീപ്പിൾ വിത്തൗട്ട് ഡിപ്പെൻഡിങ് ഓൺ എക്സ്റ്റേണൽ സോഴ്സസ്. അതാണ് ഒന്നാമത്തെ സ്വദേശിയുടെ എലമെൻറ്റ്. എന്താണ്? ദ സൊസൈറ്റി മസ്റ്റ് ബി കേപ്പബിൾ ഓഫ് സാറ്റിസ്ഫൈങ് ദ ബേസിക് മിനിമം നീഡ്സ് ഓഫ് ദ പീപ്പിൾ വിത്തൗട്ട് ഡിപ്പെൻഡിങ് ഓൺ എക്സ്റ്റേണൽ സോഴ്സസ്. വിദൂരമായ അല്ലെങ്കിൽ ബാഹ്യമായ റിസോഴ്സസിനെ, വിഭവങ്ങളെ ആശ്രയിക്കാതെ തന്നെ ഒരു സമൂഹത്തിന് അവിടുത്തെ ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങളുടെ പൂർത്തീകരണത്തിന് സാധ്യമാകുന്നതാണ് സ്വദേശി. രണ്ടാമത്തേത്, people will prefer the commodities produced by an immediate neighbor instead of the commodities produced by a distant neighbor. ഒരു വിദൂരതയിലുള്ള അയൽക്കാരൻ അല്ലെങ്കിൽ ഡിസ്റ്റന്റ് നെയ്ബർ, വിദൂരതയിലുള്ള ഒരു അയൽക്കാരൻ്റെ സാധനങ്ങളല്ല ഇവിടെ വാങ്ങാൻ ആളുകൾ പ്രിഫർ ചെയ്യുന്നത്. പിന്നെന്താണ്? തൻ്റെ ഇമ്മീഡിയറ്റ് നെയ്ബറാണ്. ഈ ഇമ്മീഡിയറ്റ് നെയ്ബർ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് തൻ്റെ തൊട്ടടുത്ത അയൽക്കാരെന്നുള്ളതല്ല, നമ്മുടെ രാജ്യത്തുള്ള, നമ്മുടെ സ്റ്റേറ്റിലുള്ള, നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകൾ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ. നമ്മളൊന്ന് ചുറ്റും കണ്ണോടിച്ച് നോക്കിയാൽ, ഞാൻ പറഞ്ഞ എക്സർസൈസ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ അറിയാം. ഒരു ലിസ്റ്റ് നമ്മൾ എടുത്താൽ നമുക്ക് വാങ്ങാൻ കഴിയുന്ന എത്രയോ ഉൽപ്പന്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ചുറ്റുപാട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. എന്നാൽ അതൊന്നും വാങ്ങാതെ യഥാർത്ഥത്തിൽ നമ്മൾ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടി വിദേശ രാജ്യങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾക്ക് വേണ്ടി പുറകെ പോകുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാശ്രയത്വത്തെ, നമ്മുടെ രാജ്യത്തിൻ്റെ സെൽഫ് റിലയൻസിനെ തന്നെയാണ് നമ്മൾ തകിടം മറിക്കുന്നത്. അവിടെ നമ്മുടെ അയൽക്കാരനെ, അവൻ്റെ പട്ടിണി മാറ്റാൻ യഥാർത്ഥത്തിൽ നമ്മൾ പരിശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് സ്വദേശിയെ അതിൻ്റെ സാമ്പത്തിക തലത്തിൽ നമ്മൾ സ്വീകരിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമ്മുടെ അയൽക്കാരനെ നമുക്ക് സഹായിക്കാൻ കഴിയും. ഇനിയും അടുത്ത ഇതിൻ്റെ മെയിൻ എലമെൻ്റ് എന്ന് പറയുന്നത്, ഇറ്റ് എയിംസ് അറ്റ് നോൺ വയലൻറ്റ്, നോൺ എക്സ്പ്ലോയിറ്റേറ്റീവ് സൊസൈറ്റി. ദാറ്റ് സൊസൈറ്റി വിൽ പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റി ഫോർ ഓൾ ഇൻഡിവിജ്വൽസ് ടു റിയലൈസ് ദ ബെസ്റ്റ് ഇൻ ദം. ഇത് നോൺ വയലൻ്റ് ആയിട്ടുള്ള, അഹിംസയിൽ അധിഷ്ഠമായ, ചൂഷണമില്ലാത്ത ഒരു സമൂഹത്തെയാണ് മുന്നോട്ട് വെക്കുന്നത്. അങ്ങനെയുള്ള സമൂഹത്തെ എന്തായിരിക്കും? പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റി ഫോർ ഓൾ ഇൻഡിവിജ്വൽ ടു റിയലൈസ് ദ ബെസ്റ്റ് ഇൻ ദം. അവർക്ക് അങ്ങനെയുള്ള സമൂഹത്തിൽ അവർക്ക് അവരുടെ ഏറ്റവും ബെസ്റ്റ്, ഏറ്റവും നല്ലതിനെ തന്നെ പുറത്തു കൊണ്ടുവരാൻ സ്വദേശി സഹായിക്കുന്നു. ദി ഇൻഡിവിജ്വൽ ആസ് എ കൺസ്യൂമർ വിൽ റെഡ്യൂസ് ഹിസ് വാണ്ട്സ്. ഇനിയും സ്വദേശി പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്താണ്? ഒരു കൺസ്യൂമർ എന്ന നിലയിൽ അയാളുടെ ആഗ്രഹങ്ങളെ എന്ത് ചെയ്യുന്നു? റെഡ്യൂസ് ചെയ്യുന്നു, അയാൾ കുറയ്ക്കുന്നു. തൻ്റെ ചുറ്റുപാടുമുള്ള തനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട നീഡ് സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടിയുള്ള സാധനങ്ങളെ അയാൾ വാങ്ങുന്നുള്ളൂ. ഈ വാൺസിൻ്റെ പുറകെ പോകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് കൂടുതൽ സാധനങ്ങൾ വാങ്ങേണ്ടി വരുന്നു, നമ്മുടെ അയൽപക്കം കൊണ്ട് അത് നിർവഹിക്കാൻ കഴിയാതെ വരുകയും ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്വദേശി പ്രിൻസിപ്പിൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് നോൺ വയലൻ്റ് ആണ്, നോൺ എക്സ്പ്ലോയിറ്റേറ്റീവ് ആണ്. അതോടൊപ്പം തന്നെ അവിടെ എന്താണ്? നീഡ് സാറ്റിസ്ഫൈയിങ് സൊസൈറ്റി ആയിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു പ്ലെയിൻ ലിവിങ് ആൻഡ് ഹൈ തിങ്കിങ് പറഞ്ഞപ്പോൾ ഞാനത് പറഞ്ഞതാണ്. അവിടെ നീഡ് സാറ്റിസ്ഫൈയിങ് സൊസൈറ്റി ആയിരിക്കും. ദെൻ സ്വദേശി എൻഷുവേഴ്സ് മാക്സിമം യൂസ് ഓഫ് ലോക്കൽ റിസോഴ്സസ് ആൻഡ് ടെക്നോളജി. നമുക്ക് ഇതാണ് സ്വദേശിയുടെ ഏറ്റവും അടിസ്ഥാനമായ മറ്റൊരു ഘടകം. ഇവിടെ സ്വദേശി എന്ത് ചെയ്യുന്നു? എൻഷുർ മാക്സിമം യൂസ് ഓഫ് ലോക്കൽ റിസോഴ്സസ് ആൻഡ് ടെക്നോളജി. നമ്മളുടെ ചുറ്റുപാടുമുള്ള റിസോഴ്സസിനെയും വിഭവങ്ങളെയും സാങ്കേതിക വിദ്യയും പരമാവധി ഉപയോഗപ്പെടുത്തുന്നു എന്ത്? സ്വദേശി. നമ്മളൊരു ടെക്നോളജിക്ക് വേണ്ടി കാത്തിരിക്കുകയല്ല. നമ്മുടെ രാജ്യത്ത് അത് ചെയ്യാൻ കഴിയുമെങ്കിൽ, ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെങ്കിൽ ആ റിസോഴ്സസിനെയും ടെക്നോളജിയെയും, ആ ടെക്നോളജി ചിലപ്പം മറ്റൊരു രാജ്യത്തെ ടെക്നോളജിയുമായി കമ്പയർ ചെയ്യുമ്പോൾ ഒരു പക്ഷേ അതിനേക്കാൾ അത്ര മെച്ചമൊന്നും ആയിരിക്കത്തില്ല. പക്ഷേ എങ്കിലും നമ്മുടെ രാജ്യത്തെ ആളുകൾക്ക് തൊഴിലും വരുമാനവും ഉറപ്പാക്കാൻ അതുകൊണ്ട് കഴിയുമെങ്കിൽ ആ ടെക്നോളജിയെയും ആ
റിസോഴ്സസിനെയും ആശ്രയിക്കുക തന്നെ വേണമെന്നാണ് പറയുന്നത്. എന്നാൽ ഗാന്ധിജി ഈ പുതിയ ടെക്നോളജിക്ക് എതിരാണോ? അല്ല. അത് നമ്മൾക്ക് തന്നെ ആ ടെക്നോളജി കണ്ടെത്താനും ആ ടെക്നോളജി ഉപയോഗിക്കാനും കഴിയുമെങ്കിൽ മറ്റൊരു വിദേശ രാജ്യത്തെ നമുക്ക് ആശ്രയിക്കേണ്ടി വരുന്നില്ല. ദ കൺസ്യൂമർ വിൽ ഓപ്പറേറ്റ് വിത്ത് ദ നെയ്ബർ ഓർ ദ പ്രൊഡ്യൂസർ ഇൻ ദ പ്രോസസ് ഓഫ് ഇംപ്രൂവിങ് ദ എഫിഷ്യൻസി ഓഫ് ദ പ്രൊഡക്ഷൻ. യെസ്, അപ്പോൾ സ്വദേശി എന്ത് ചെയ്യുന്നു? എൻഷുവേഴ്സ് മാക്സിമം യൂസ് ഓഫ് ലോക്കൽ റിസോഴ്സസ് ആൻഡ് ടെക്നോളജി. ഇനി അടുത്ത എലമെന്റ് എന്താണ് സ്വദേശിയുടെ? ദ കൺസ്യൂമർ വിൽ കോപ്പറേറ്റ് വിത്ത് ദ നെയ്ബർ ഇൻ ദ പ്രോസസ് ഓഫ് ഇംപ്രൂവിങ് ദ എഫിഷ്യൻസി ഓഫ് പ്രൊഡക്ഷൻ. നമ്മൾ എവിടുന്ന സാധനം വാങ്ങുന്നത്? നമ്മുടെ തൊട്ട് അയൽവക്കക്കാരൻ്റെ. അപ്പോൾ നോക്കൂ, അവിടെ കൺസ്യൂമർ തന്നെ ആരെ സഹായിക്കുന്നു? പ്രൊഡ്യൂസറെ സഹായിക്കുന്നു. എന്തിന്? അയാളുടെ ഉൽപ്പന്നത്തിൻ്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കാൻ. നമുക്കറിയാത്ത വിദൂരതയിലുള്ള ആരോ അല്ലല്ലോ ഈ സാധനം ഉൽപ്പാദിപ്പിക്കുന്നത്, നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ തൊട്ടടുത്തുള്ള ആളല്ലേ. അപ്പോൾ അവരും നമ്മളും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ദൈനംദിനമുള്ളതാണ്. അല്ലെങ്കിൽ നമുക്ക് തന്നെ അവരോട് പറയാം, നിങ്ങളുടെ സാധനത്തിന് നിങ്ങൾ ഉൽപ്പാദിപ്പിച്ച സോപ്പിന് ഇന്ന കുറവുകളുണ്ട്. സ്വാഭാവികമായും ആ പ്രൊഡ്യൂസർക്ക് വളരെ വേഗത്തിൽ തന്നെ ഫീഡ്ബാക്ക് കിട്ടുകയും അത് പരിഹരിക്കാനും കഴിയുന്നു. ഇതുകൊണ്ടാണ് ഗാന്ധിജി ഇതിനെ എന്ത് പറഞ്ഞത്? എക്കോണമി ഓഫ് ദ നെയ്ബർഹുഡ് എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ മെയിൻ എലമെന്റ്സ് കണ്ടു. എന്തൊക്കെയായിരുന്നു മെയിൻ എലമെന്റ്സ്? ഒന്ന്, അത് ബേസിക് മിനിമം നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ് സ്വദേശി. രണ്ട്, നമ്മൾ കണ്ടത് എന്താണ്? നമ്മൾ നമ്മുടെ ഇമ്മീഡിയറ്റ് നെയ്ബർഹുഡിൽ നിന്നാണ് നമ്മൾ സാധനങ്ങൾ വാങ്ങുന്നത്, അല്ലാതെ വിദൂരതയിൽ നിന്നല്ല. നമ്മൾ മൂന്നാമത് കണ്ടത് എന്താണ്? അത് നോൺ വയലൻ്റ് ആണ്, നോൺ എക്സ്പ്ലോയിറ്റേറ്റീവ് ആണ്. അതുപോലെ തന്നെ അത്തരം ഒരു സൊസൈറ്റിയിൽ എന്താണ്? മാക്സിമം ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡിങ് ഫോർ ഓൾ. എല്ലാവർക്കും അവരുടെ ഏറ്റവും നല്ലതിനെ കണ്ടെത്താൻ വേണ്ടിയുള്ള പരമാവധി അവസരം സ്വദേശി നൽകുന്നു എന്നുള്ളതാണ്. പിന്നെന്താണ്? ദ ഇൻഡിവിജ്വൽ ആസ് എ കൺസ്യൂമർ വിൽ റിഡ്യൂസ് ഹിസ് വാണ്ട്സ്. സ്വദേശി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സമൂഹത്തിൽ അവിടെ കൺസ്യൂമർ എന്ത് ചെയ്യുന്നു? തൻ്റെ ആഗ്രഹങ്ങൾക്ക്, തൻ്റെ വാണ്ട്സിനെ റിഡ്യൂസ് ചെയ്യുന്നു, കുറയ്ക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു പ്ലെയിൻ ലിവിങ് ആൻഡ് ഹൈ തിങ്കിങ് പറഞ്ഞപ്പോൾ പറഞ്ഞു അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ നീഡ് സാറ്റിസ്ഫൈയിങ് സൊസൈറ്റിയാണ്, അല്ലാതെ വാണ്ട് സാറ്റിസ്ഫൈയിങ് സൊസൈറ്റി അല്ല. പിന്നെ അടുത്തെന്താണ്? സ്വദേശി എൻഷുവേഴ്സ് മാക്സിമം യൂസ് ഓഫ് ലോക്കൽ റിസോഴ്സസ് ആൻഡ് ടെക്നോളജി. ലോക്കൽ റിസോഴ്സസിനെയും ടെക്നോളജിയെയും പരമാവധി സ്വദേശി പ്രോത്സാഹിപ്പിക്കുന്നു. ദ കൺസ്യൂമർ വിൽ കോപ്പറേറ്റ് വിത്ത് ദ നെയ്ബർ ഇൻ ദ പ്രോസസ് ഓഫ് ഇംപ്രൂവിങ് ദ എഫിഷ്യൻസി ഓഫ് പ്രൊഡക്ഷൻ. അപ്പം ഇത് ഇത്രയുമാണ് നമ്മൾ എന്തിൽ കണ്ടത്? സ്വദേശിയുടെ മെയിൻ എലമെൻസായി കണ്ടത്. ഇനിയും സ്വദേശി ആൻഡ് ഇൻ്റർനാഷണൽ ട്രേഡ്. അപ്പം ഇങ്ങനെയെല്ലാം പറഞ്ഞപ്പം വിദേശത്തു നിന്ന് ഒരു സാധനവും നമുക്ക് വേണ്ട എന്നാണോ? അപ്പം അന്താരാഷ്ട്ര വ്യാപാരത്തെ സ്വദേശി എതിർക്കുന്നുണ്ടോ? നോക്കൂ, സ്വദേശി ഈസ് നോട്ട് അഗനിസ്റ്റ് ഫോറിൻ ട്രേഡ്. ഗാന്ധിജി ഒരു ആശയത്തെ അതിൻ്റെ ഏറ്റവും സങ്കുചിതമായ അർത്ഥത്തിലല്ല കാണുന്നത്. നോക്കൂ, ആദ്യം നിങ്ങൾ നിങ്ങളുടെ അയൽക്കാരനെ സഹായിക്കൂ, പിന്നെ അടുത്ത ആളെ സഹായിക്കാം. നോക്കൂ, നിങ്ങളുടെ തൊട്ടടുത്തുള്ള ആൾ അയാൾ ഉൽപ്പാദിപ്പിച്ച സാധനം വിൽക്കാൻ കഴിയാതെ അയാൾ തകർച്ചയിലേക്ക്, ദാരിദ്ര്യത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾ മറ്റെവിടെയോ രാജ്യത്ത് ഉൽപ്പാദിപ്പിച്ച സാധനം വാങ്ങി പകരം ഉപയോഗിക്കുമ്പോൾ അയാളുടെ തകർച്ചയ്ക്ക് നിങ്ങൾ ആക്കം കൂട്ടുകയാണ്. അതല്ല നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ അയാളെ കൈപിടിച്ചുയർത്താൻ നോക്കൂ. അയാളുടെ സാധനം ഗുണനിലവാരത്തിൽ ഒരൽപ്പം താഴ്ന്നതായിരിക്കാം, പക്ഷേ ആ സാധനം വാങ്ങി ഉപയോഗിക്കുകയും അയാളെ അതിൻ്റെ പ്രൊഡക്ഷൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കാൻ നിങ്ങൾ പ്രേരിപ്പിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളൊരു കൺസ്യൂമർ എന്ന നിലയിൽ എന്ത് ചെയ്യുന്നു? അതിൻ്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നു, അയാളെ സഹായിക്കുന്നു, ആ വ്യക്തിയെ സഹായിക്കുന്നു, അയാളെ സാമ്പത്തിക തകർച്ചയിൽ നിന്ന് കരകയറ്റുന്നു. ഇതാണ് എക്കോണമി ഓഫ് ദ നെയ്ബർഹുഡ് എന്ന് സ്വദേശിയെ വിളിക്കാൻ കാരണം. ഇനിയും സ്വദേശി ഒരിക്കലും എന്തിനെതിരല്ലെന്ന് പറഞ്ഞു? ഫോറിൻ ട്രേഡിനെതിരല്ല. ദേ ഷുഡ് ബി എസെൻഷ്യൽ ഫോർ ദ ഗ്രോത്ത് ഓഫ് ഇറ്റ്സ് പീപ്പിൾ. ഫോറിൻ ട്രേഡ് ആകാം എപ്പോൾ? ദേ ഷുഡ് ബി എസെൻഷ്യൽ ഫോർ ദ ഗ്രോത്ത് ഓഫ് ഇറ്റ്സ് പീപ്പിൾ. ജനങ്ങളുടെ ഉയർച്ചയ്ക്ക് അനിവാര്യമാണെങ്കിൽ, അവരുടെ ഉന്നമനത്തിന് അനിവാര്യമാണെങ്കിൽ അത്തരം ഒരു സാഹചര്യത്തിൽ ഫോറിൻ ട്രേഡ് ആകാം. ഇപ്പോൾ നോക്കൂ, വാക്സിൻ ഉൽപ്പാദിപ്പിക്കുന്നു. ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിച്ച വാക്സിൻ മാത്രമേ ഞങ്ങൾ ഉപയോഗിക്കൂ എന്ന് വാശി പിടിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക? രാജ്യത്തെ ജനങ്ങൾ കോവിഡിനെതിരെയാവും.
അപ്പോൾ മറ്റൊരു രാജ്യത്ത് ഉൽപ്പാദിപ്പിച്ച വാക്സിൻ ഇവിടെ നമുക്ക് ആവശ്യമാണെങ്കിൽ, അല്ലെങ്കിൽ വാക്സിൻ മാത്രമല്ല, ഏതൊരു മരുന്നാണെങ്കിലും അങ്ങനെയുള്ള ഏത് എസെൻഷ്യൽ കമ്മ്യൂണിറ്റി ആണെങ്കിലും നോക്കൂ, അതിനു വേണ്ടി അത് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കാലത്തിന് വേണ്ടി കാത്തിരുന്നാൽ അത് സ്വദേശി സ്പിരിറ്റിനെതിരാണ്. ഇനിയും രണ്ടാമത് പറയുന്നു, ദേ ക്യാനോട്ട് ബി പ്രൊഡ്യൂസ് ലോക്കലി. അത് നമുക്ക് ലോക്കലി പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ നമ്മൾ ഫോറിൻ ട്രേഡ് ആകാം. അല്ല, അപ്പോൾ ഫോറിൻ ട്രേഡിനോ ഇന്റർനാഷണൽ ട്രേഡിനോ എതിരല്ല സ്വദേശി എന്ന് പറയുന്ന ആശയം. ഇനി മൂന്നാമത്, ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു പ്രൊഡ്യൂസ് ദം ലോക്കലി ഇൻ ദ നിയറസ്റ്റ് ഫ്യൂച്ചർ. തൊട്ടടുത്ത വളരെ അടുത്തൊരു കാലത്ത് നമുക്കത് ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല എങ്കിൽ, അങ്ങനെ കഴിയുമെങ്കിൽ നമ്മൾ അതിനു വേണ്ടി കാത്തിരിക്കാം, നമുക്കതിന് ടെക്നോളജി ഉണ്ടാക്കാം, റിസോഴ്സസ് കണ്ടെത്താം. പക്ഷെ അതിന് കഴിയില്ലെങ്കിലോ ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യരുത്, അതിനുവേണ്ടി കാത്തിരുന്ന് നമ്മുടെ ജനങ്ങളുടെ വളർച്ചയെ തടസ്സപ്പെടുത്തരുത്. അതുകൊണ്ട് അത്തരം സാഹചര്യത്തിൽ എന്താകാം, ഫോറിൻ ട്രേഡ് ആകാം എന്ന് തന്നെയാണ് ഗാന്ധിജി പറയുന്നത്. സ്വദേശി ഈസ് നോട്ട് എഗനിസ്റ്റ് ഫോറിൻ ട്രേഡ്. സ്വദേശി എന്ന് പറയുന്ന ആശയത്തെ നമുക്ക് ഇങ്ങനെ സംഗ്രഹിക്കാം. ഒന്ന്, അത് അയൽവക്കത്തിൻ്റെ സാമ്പത്തിക ശാസ്ത്രത്തെയാണ് മുന്നോട്ട് വെക്കുന്നത്. രണ്ട്, നമ്മുടെ ബേസിക് മിനിമം നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നു. മൂന്ന്, നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ അത് സെൽഫ് റിലയൻ്റ് ആക്കുന്നു. നാല്, ഉൽപാദകനും കൺസ്യൂമറും തമ്മിലുള്ള ബന്ധം അയൽവക്കത്തിൻ്റെതായതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു, പ്രൊഡ്യൂസർക്ക് തൻ്റെ ഉൽപ്പന്നത്തിൻ്റെ ഗുണനിലവാരം പെട്ടെന്ന് തന്നെ വർദ്ധിപ്പിക്കാൻ അത് സഹായിക്കുന്നു, കൺസ്യൂമർ സഹായിക്കുന്നു. നാലാമത് എന്താണ് നമ്മൾ പറഞ്ഞത്, സ്വദേശി എൻഷുർ മാക്സിമം യൂസ് ഓഫ് ലോക്കൽ റിസോഴ്സസ് ആൻഡ് ടെക്നോളജി. അപ്പം നമ്മൾ നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെ ലിസ്റ്റൊക്കെ എടുക്കണമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഇത് വെച്ച് നിങ്ങളൊന്ന് കണക്ക് കൂട്ടി നോക്കണം. നമ്മുടെ വീട്ടിൽ വാങ്ങുന്ന സോപ്പ്, ഒരു ബ്രാൻഡഡ് സോപ്പ്, വിദേശ രാജ്യത്ത് ഉൽപ്പാദിപ്പിച്ച ഒരു സോപ്പ് നോക്കൂ, ഒരു മാസം 4 സോപ്പ് നമ്മൾ ഉപയോഗിക്കുന്നു. ഒരു കണക്കിൻ്റെ എളുപ്പത്തിന് വേണ്ടി നമ്മൾ 50 രൂപ ഒരു സോപ്പിൽ നിന്ന് കണക്കാക്കുക, അല്ലെങ്കിൽ പോട്ടെ നമ്മൾ 20 രൂപ എന്ന് കണക്കാക്കുക. അങ്ങനെയാണെങ്കിൽ 4 സോപ്പ് വാങ്ങിയപ്പോൾ എത്രയായി, 80 രൂപയായി. ആ 80 രൂപ എന്ന് പറയുമ്പോൾ 10 മാസമായപ്പോൾ എത്രയായി, 800 രൂപയായി. നോക്കൂ, ഈ 800 രൂപ അതിൻ്റെ ബഹുഭൂരിപക്ഷവും എവിടേക്കാണ് പോകുന്നത്, അത് ഉൽപ്പാദിപ്പിക്കപ്പെട്ട രാജ്യത്തേക്ക്. അങ്ങനെ വരുമ്പോൾ എന്നാൽ അതിന് പകരമായി നമ്മുടെ തൊട്ട അയൽപക്കത്ത് നമ്മുടെ അയൽക്കൂട്ടങ്ങൾ ഉൽപ്പാദിപ്പിച്ച സോപ്പുകളോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ ഒരു കമ്പനി ഉൽപ്പാദിപ്പിച്ച സോപ്പോ വാങ്ങി ഉപയോഗിക്കുമ്പോൾ ഈ പണം എവിടേക്കാണ് വരുന്നത്, ഇത് ലക്ഷങ്ങളാകുമ്പോഴോ, ലക്ഷക്കണക്കിന് ആളുകൾ വാങ്ങി ഉപയോഗിക്കുമ്പോഴോ നോക്കൂ, ഒരു വലിയ എമൗണ്ട്. ഞാൻ പറഞ്ഞൊരു ചെറിയ ഉദാഹരണമാണ്. ഇങ്ങനെ ഓരോന്നെടുത്താലും നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളും സേവനങ്ങളും പരമാവധി ഉപയോഗിക്കുന്നതിലൂടെ നമ്മൾ നമ്മുടെ രാജ്യത്തെ, നമ്മുടെ അയൽക്കാരെ തന്നെയാണ് സഹായിക്കുന്നത്. അതുകൊണ്ട് ഇത് എക്കോണമി ഓഫ് ദ നെയ്ബർഹുഡ് എന്ന് മാത്രമല്ല, എക്കോണമി ഓഫ് സെൽഫ് റിലയൻസ്, എക്കോണമി ഓഫ് സെൽഫ് സഫിഷ്യൻസി, നമ്മുടെ സ്വന്തം കാലിൽ നിൽക്കാൻ നമ്മളെ പ്രാപ്തമാക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥയെ പ്രാപ്തമാക്കുന്നതാണ് സ്വദേശി എന്ന ആശയം. സ്വദേശി ഒരു യാന്ത്രികമായി നമുക്ക് നടപ്പാക്കാൻ പറ്റുന്ന ഒന്നല്ല, മറിച്ച് അതൊരു ജീവിത രീതിയായി മാറുമ്പോൾ ഞാൻ സാധ്യമാകുന്നിടത്തോളം എൻ്റെ രാജ്യത്ത് ഉൽപ്പാദിപ്പിച്ച സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കും എന്ന് തീരുമാനിക്കുമ്പോൾ നമ്മുടെ സമ്പദ് വ്യവസ്ഥ മുന്നോട്ട് പോകും. അതുകൊണ്ട് ഇത് അയൽപക്കത്തിൻ്റെ ഈ സാമ്പത്തിക ശാസ്ത്രത്തെ പ്രൊമോട്ട് ചെയ്യുവാൻ നമുക്ക് കഴിയണം. സ്വദേശി എന്ന ആശയമാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത്. സ്വദേശി ഒരു സാമ്പത്തിക ആശയം എന്നതിനപ്പുറത്ത് അതൊരു ജീവിത രീതിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ സമയത്ത് ഈ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പരിചയപ്പെട്ട എല്ലാ ആശയങ്ങളുടെയും തുടർച്ച തന്നെയാണ് സ്വദേശി. ഇപ്പോൾ സ്വാഭാവികമായും നമ്മൾ ആദ്യം എക്കണോമിക്സ് ആൻഡ് എത്തിക്സ് പാലിക്കുന്ന ഒരാൾക്ക് അയൽപക്കക്കാരനെ എന്ത് ചെയ്തേ പറ്റൂ, അതിൻ്റെ പ്രോഫിറ്റിനപ്പുറത്ത് നമുക്ക് അയൽപക്കക്കാരനെ സഹായിച്ചേ പറ്റൂ. പ്ലെയിൻ ലിവിങ് ആൻഡ് ഹൈ തിങ്കിങ് നമ്മൾ പരിചയപ്പെട്ടു. ഇവിടെ നമ്മൾ പറയുന്നു ഇത് നോൺ എക്സ്പ്ലോയിറ്റേറ്റീവ് ആണ്, നോൺ വയലൻ്റ് ആണ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മളുടെ ആഗ്രഹങ്ങൾ റെഡ്യൂസ് ചെയ്യുക എന്നതാണ് എന്ന് പറയുമ്പോൾ പ്ലെയിൻ ലിവിങ് ആൻഡ് ഹൈ തിങ്കിങ് പ്രാക്ടീസ് ചെയ്തേ പറ്റൂ. ബ്രെഡ് ലേബർ നോക്കൂ, ആഹാരത്തിന് വേണ്ടിയുള്ള പ്രയത്നം എന്ന് പറയുമ്പോൾ അതും ഈ സ്വദേശി എന്ന് പറയുന്ന ആശയത്തിന് അനുപൂരകമായതാണ്. അപ്പോൾ സ്വദേശി എന്ന് പറയുന്നത്, അപ്പോൾ ഗാന്ധിയുടെ ഏത് സാമ്പത്തിക ആശയവും നമുക്കൊരു വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റ് പോലെ എന്നാൽ സ്വദേശി അങ്ങ് പ്രാക്ടീസ് ചെയ്യാം, ബാക്കിയൊന്നും വേണ്ട, പറ്റില്ല.
ഇത് സമഗ്രമായ ഒരു വീക്ഷണമാണ്, കാഴ്ചപ്പാടാണ്. അതുകൊണ്ട് ഗാന്ധിയൻ സാമ്പത്തിക ആശയങ്ങളെ നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് ഒന്നൊന്നായി മാറ്റി നിർത്താൻ കഴിയുകയില്ല. നമ്മുടെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. തീർച്ചയായിട്ടും ഏറ്റവും പരീക്ഷയ്ക്കും അല്ലെങ്കിൽ നമ്മുടെ ഈ ഗാന്ധിയൻ എക്കണോമിക്സ് ആശയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സ്വദേശി. അത് പരീക്ഷ എന്നതിനപ്പുറത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു മൂല്യമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു.